അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഇമേജ് ആണ്. കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഒരു പബ്ലിക്കിലൊരു ഇമേജ് ഉണ്ടാകുമെന്ന് പറയുന്നത് എന്താ, അവരെക്കുറിച്ച് പബ്ലിക്കിനുള്ള പെർസെപ്ഷൻ എന്താണ്, അവരെങ്ങനെയാണ് പബ്ലിക് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡ് നോക്കിക്കാണുന്നത്. അതാണിപ്പോൾ ഒരാൾക്ക് ഒരു സൊസൈറ്റിയിൽ നല്ല ഇമേജാന്ന് പറയുന്നത് അയാൾ ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ പാർട്ടായിട്ട് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു റെക്കഗ്നീഷനാണ്, ആ ഒരു സൊസൈറ്റിയിൽ കിട്ടിയിരിക്കുന്ന റെക്കഗ്നീഷൻ. അതുപോലെ ഒരു കമ്പനിയുടെ ആക്ടിവിറ്റീസ് വഴി കമ്പനിക്ക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റിൽ എത്രത്തോളം റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റിന് സൊസൈറ്റിയിൽ കിട്ടിയിരിക്കുന്ന റെക്കഗ്നീഷൻ, എങ്ങനെ സൊസൈറ്റിയിലെ ഓരോ ഏരിയാസും കമ്പനീനെ നോക്കിക്കാണുന്നു, പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സിംപ്ലി അതിൻ്റെ ഡെഫിനേഷൻ ആയിട്ടല്ല, അതിനൊരു മീനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കോർപ്പറേറ്റ് ഇമേജ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഓവറോൾ ഇംപ്രഷൻ ലെഫ്റ്റ് ഇൻ ദ മൈൻഡ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ കസ്റ്റമേഴ്സ് വരും, സപ്ലയേഴ്സ് വരും, ഗവൺമെൻറ് വരും, സൊസൈറ്റി വരും, ഇതൊക്കെ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്നതാണ്. ആസ് എ റിസൾട്ട് ഓഫ് അക്യുമുലേറ്റീവ് ഫീലിങ്സ്, ഐഡിയാസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് എക്സ്പീരിയൻസസ് വിത്ത് ദ ഓർഗനൈസേഷൻ. എങ്ങനെയാണ് ഈ ഒരു ഇംപ്രഷൻ, കമ്പനിയുടെ കുറിച്ചൊരു ഇംപ്രഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മൈൻഡിൽ ഉണ്ടാവുന്നത്? കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായിട്ട് നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻസ്, കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് വഴി, സപ്ലയേഴ്സ് ആണെങ്കിൽ അവർ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് വഴി, അങ്ങനെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് കമ്പനിയായി നടത്തുന്ന വഴിയാണ് ഈ ഒരു ഓവറോൾ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മൈൻഡിൽ. ആൻഡ് stored in memory, transformed into a positive or negative meaning, retrieved to reconstruct image and recalled when the name of the organization is heard or brought to one's mind. And അങ്ങനെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഓവറോൾ ഇംപ്രഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, നമ്മൾ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. വീണ്ടും ഒരു തവണ ഈ ഓർഗനൈസേഷൻ്റെ നെയിം കേൾക്കുന്ന സമയത്ത് ആ കമ്പനീനെ കുറിച്ച് എന്താണോ ഫീൽ ചെയ്യുന്നത്, അതാണ് കോർപ്പറേറ്റ് ഇമേജിൽ ഉദ്ദേശിക്കുന്നത്. കമ്പനിയായിട്ടുള്ള നടത്തുന്ന ട്രാൻസാക്ഷൻസ് വഴി കമ്പനീനെ കുറിച്ചിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മൈൻഡിലൊരു ഓവറോൾ ഇംപ്രഷൻ ഉണ്ടാവുകയാണ്. ആൻഡ് വെനെവർ ഈ ഒരു കമ്പനിയുടെ നെയിം കേൾക്കുന്ന സമയത്ത് ഈ ഒരു ട്രാൻസാക്ഷൻ, കമ്പനിയുടെ ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമേജാണ് പിന്നീട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മൈൻഡിൽ ഉണ്ടാവുന്നത്. ജനറലി ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഇമേജ് എന്ന് മീൻ ചെയ്യുന്നത് അത്രയാണ്. ദെൻ അതിൻ്റെ ഡെഫിനേഷനാണ് ഇപ്പോൾ ഫിലിപ്പ് കോട്ട്ലർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കോർപ്പറേറ്റ് ഇമേജ് റെപ്രസെൻറ്റ് എ സെറ്റ് ഓഫ് ഒപ്പീനിയൻസ്, തോട്ട്സ് ആൻഡ് ഇംപ്രഷൻസ് വിച്ച് വൺ ക്രിയേറ്റ്സ് അബൌട്ട് എ ഫേം ഓർ എ പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഓൾ ദ ആക്ഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ കമ്പനിയുടെ തോട്ട്സ് ആൻഡ് ഇംപ്രഷൻസ് ആണ്, കമ്പനീനെ കുറിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സിനുള്ള തോട്ട്സ് ആണ്, ഇംപ്രഷൻസ് ആണ്, കമ്പനി ആവാം അല്ലെങ്കിൽ കമ്പനീൻ്റെ ഒരു പ്രൊഡക്റ്റ് ആവാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്സൈഡ് വേൾഡിൻ്റെ പെർസെപ്ഷനാണ് കോർപ്പറേറ്റ് ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഓൾ ആക്ഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇത് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മൈൻഡിൽ ഡെവലപ്പ് ആവുന്നത് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസസ് അല്ലെങ്കിൽ ആക്ഷൻസ് വഴിയാണ്. ഇങ്ങനെ കമ്പനിയുടെ ഒരു ഇമേജ് ഡെവലപ്പ് ആവുന്നത്. 2 ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതാണ് പഠിക്കാൻ ഈസി എന്ന് വെച്ചാൽ പഠിക്കുക. നെക്സ്റ്റ് ഫീച്ചേഴ്സാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് എന്താ, ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് ഇമേജ് ആണ്. കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഇമേജ്. ഇപ്പോൾ കമ്പനിയുടെ ഇമേജ് എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മൈൻഡിലുള്ള ഇമേജാണ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് ഫസ്റ്റ് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഡിഫറെൻറ്റ് പെർസെപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും കോർപ്പറേറ്റ് ഇമേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റേഴ്സിന് എടുക്കുക. ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എടുക്കുകയാണെങ്കിൽ അവർ കമ്പനിയുടെ കോർപ്പറേറ്റ് ഇമേജ് ഡെവലപ്പ് ചെയ്യുന്നത് എത്രത്തോളം പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അതിൻ്റെ ബേസിസിലാണ് ഇൻവെസ്റ്റേഴ്സ് കമ്പനിയുടെ കോർപ്പറേറ്റ് ഇമേജിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇൻവെസ്റ്റേഴ്സ് അത്തരം കമ്പനീസിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി കസ്റ്റമേഴ്സിന് എടുക്കുക.
കസ്റ്റമേഴ്സിന് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആയിരിക്കും. അവിടെ അവർ കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുന്നത്, അവരുടെ മൈൻഡിൽ കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറയുന്നത് ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും. ഇനി വേറൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിന് എന്താ കൂടുതലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കമ്പനിയുടെ ടാക്സ് ലയബിലിറ്റീസ് എത്രത്തോളം പേ ചെയ്യുന്നുണ്ട്, അത് കറക്റ്റായിട്ട് പേ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഗവൺമെൻറ് നോക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ്, ഇപ്പോൾ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വേജ് പേയ്മെൻറ്റ്സ് നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് എംപ്ലോയീസ് നോക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് കോർപ്പറേറ്റ് ഇമേജിനെ വ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ജനറലായിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് പഠിച്ചതിന് ശേഷം ഫീച്ചേഴ്സ് അങ്ങനെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. എങ്ങനെയാണ് കമ്പനിയുടെ ഒരു അസറ്റ് തന്നെയാണ് കോർപ്പറേറ്റ് ഇമേജ് അല്ലെങ്കിൽ ഗുഡ് വിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇത് മോണിറ്റർ മെഷർമെൻറ്റ് നടത്തുന്നില്ലെങ്കിൽ കൂടെ കമ്പനിക്ക് ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഇറ്റ് ഈസ് ഡിറ്റർമിൻ ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് പബ്ലിക് അല്ലെങ്കിൽ സൊസൈറ്റി ആസ് എ ഹോൾ കമ്പനിയുടെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മറ്റ് ഓർഗനൈസേഷനെ അപേക്ഷിച്ച് കമ്പനിക്ക് എന്ത് അഡ്വാൻറ്റേജ് ആണ് ഉള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കോർപ്പറേറ്റ് ഇമേജ് യൂസ് ചെയ്തുകൊണ്ടാണ്. ദെൻ ഇംപ്രൂവ് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ തന്നെയാണ്. ഒരു ഗുഡ് കോർപ്പറേറ്റ് ഇമേജ് ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോബബ്ലി ഷെയർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും മറ്റ് ഏരിയാസിലാണെന്നുണ്ടെങ്കിലും റെപ്യൂട്ടേഷൻ കൂടുതലായിരിക്കും. റെപ്യൂട്ടേഷൻ മീൻസ് അതിനെ എങ്ങനെയാണ് ഓവറോൾ മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ എന്നുള്ളതാണ് റെപ്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു സസ്റ്റെയിൻ ഇറ്റ്സ് ഓപ്പറേഷൻസ്. സസ്റ്റെയിൻ ചെയ്തു പോകുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നല്ല കോർപ്പറേറ്റ് ഇമേജ് ഉള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിന് ലോങ് ലൈഫായിരിക്കും ഉണ്ടാകുക. അതേസമയം കോർപ്പറേറ്റ് ഇമേജ് ഇല്ലാത്ത, അതായത് പബ്ലിക്കിൽ നിന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നോ സപ്പോർട്ട് കിട്ടാത്ത കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വെരി ഷോർട്ട് ലൈഫായിരിക്കും. അവർക്ക് കുറേ കാലത്തേക്ക് ബിസിനസ് റൺ ചെയ്ത് പോകാൻ കഴിയില്ല. അപ്പോൾ കോർപ്പറേറ്റ് ഇമേജ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻസ്, ടു സസ്റ്റെയിൻ ഇറ്റ്സ് ഓപ്പറേഷൻസ് ഫോർ എ ലോങ് ടൈം. ദെൻ ഹെൽപ്പ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രോത്ത് പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും, ചില സമയം കസ്റ്റമർ വാല്യൂ ക്രിയേഷൻ ആയിരിക്കും. അങ്ങനെ എന്താണോ ഒബ്ജക്റ്റീവ് അത് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, ഹെൽപ്പ് ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ. സോ അതിൽ ഇമ്പോർട്ടൻസ് ആണ് ഇനി കോർപ്പറേറ്റ് ഇമേജ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ്, മേക്ക് ദ ഓർഗനൈസേഷൻ ഡിസ്റ്റിങ്റ്റീവ് മീൻസ് മറ്റ് കമ്പനീസിൽ നിന്ന് നമ്മുടെ കമ്പനീസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. ഇപ്പോൾ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്താ, ആ ഒരു സെയിം ഇൻഡസ്ട്രീസിൽ ഡിഫറെൻറ്റ് കമ്പനീസ് ഉണ്ടാകും സെയിം പ്രോഡക്റ്റ് ലൈനിൽ തന്നെ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആയിരിക്കും ഉണ്ടാവുക. ചിലർക്ക് കസ്റ്റമർ ബേസ് കൂടുതലുള്ളത് എന്നായിരിക്കും, ചിലർക്ക് മറ്റ് പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും അവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറയുന്നത് അതുപോലുള്ളൊരു ഫാക്ടറാണ്. മറ്റ് കമ്പനീസിൽ നിന്ന് നമ്മളെ കമ്പനീസിനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ദെൻ ക്രിയേറ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്. നമുക്ക് ഈ കോർപ്പറേറ്റ് ഇമേജ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജിനെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ ആ ഒരു കോർപ്പറേറ്റ് ഇമേജ് എന്നുള്ള ഒരു ഫാക്ടർ വെച്ചുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റോ കൂടുതൽ അഡ്വാൻറ്റേജസോ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ട്രാൻസ്പെറൻസി ആൻഡ് ഓതൻറ്റിസിറ്റി. ട്രാൻസ്പെറൻസി മീൻസ് എന്താണ്, കമ്പനിയുടെ ഫങ്ഷൻസിൽ കമ്പനി എത്രത്തോളം സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്താ പറയുക ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും കൺവേ ചെയ്യുന്നു, എത്രത്തോളം അതിന് ട്രാൻസ്പെറൻ്റ് ആണ് അതിൻ്റെ ആക്ടിവിറ്റീസ് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. കമ്പനി അതിൻ്റെ എല്ലാ എന്താ പറയുക ഓഡിറ്റിംഗ് ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ മറ്റ് ട്രാൻസാക്ഷൻസ് ആണെങ്കിലും ക്ലിയർലി സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് കൺവേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കമ്പനിയോടുള്ള ഹോണസ്റ്റി എന്ന് പറയുന്നത് അത്ര തന്നെ കൂടുതലായിരിക്കും. ദെൻ ക്രിയേറ്റ് ഗുഡ് വിൽ എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ, കോർപ്പറേറ്റ് ഇമേജ് പോലെ തന്നെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പനി കുറച്ച് കാലം റൺ ചെയ്തതിന് ശേഷമാണ്.
അപ്പോൾ അങ്ങനെ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി ആദ്യം എന്ത് ചെയ്യണം, ഒരു ഇമേജ്, പബ്ലിക്കിലൊരു കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അത് ലീഡ് ടു ഗുഡ് വിൽ. ദെൻ ബിൽഡ് ട്രസ്റ്റ്. ട്രസ്റ്റ് മീൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ട്രസ്റ്റാണ് കമ്പനിയുടെ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എംപ്ലോയീസിന് കമ്പനിയിലുള്ള ട്രസ്റ്റ് ആണെങ്കിലും തിരിച്ച് കമ്പനി ഓരോ എംപ്ലോയീസിനോടാണെന്നുണ്ടെങ്കിലും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടാണെങ്കിലും കാണിക്കുന്ന ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് കോർപ്പറേറ്റ് ഇമേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, ലാസ്റ്റ് അല്ല, ഇൻഫ്ലുവൻസസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പെർസെപ്ഷൻസ് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ഇമേജാണ്. ഇപ്പോൾ ഒരു നല്ല ഇമേജുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഡിസയർ ഉണ്ടാകും. അപ്പോൾ കമ്പനി എങ്ങനെയാണോ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കസ്റ്റമേഴ്സിനെ എടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനെ എങ്ങനെയാണോ സെർവ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും കസ്റ്റമേഴ്സിന് തിരിച്ചുള്ള ബിഹേവിയർ, കമ്പനിയോടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഇമേജ് ഗുഡായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും പോസിറ്റീവായിരിക്കും, അതർവൈസ് ഇറ്റ് വിൽ നെഗറ്റീവ് ആയിരിക്കും. ദെൻ ലിങ്ക് ദ ഓർഗനൈസേഷൻ ടു ഇറ്റ്സ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് മീൻസ് ടോട്ടൽ പബ്ലിക്കാണ്. പബ്ലിക്കിനോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് വേണം, കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ നീഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് ഇമേജ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് വൈസ് പഠിച്ചു വെച്ചാൽ മാത്രം മതി. ക്രിട്ടിക്കൽ ഫാക്ടർ ഇൻ ദ കൺസ്യൂമർ ചോയ്സ്. കൺസ്യൂമർ ചോയ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കസ്റ്റമർ ഗുഡ്സ് ഓർ സർവീസസ് കൺസ്യൂം ചെയ്യണം, നമ്മളുടെ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതേ രീതിയിൽ കൺസ്യൂമേഴ്സിനെ ട്രീറ്റ് ചെയ്യണം, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഗുഡ് കോർപ്പറേറ്റ് ഇമേജ് ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് അതിനനുസരിച്ച് നമ്മളുടെ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യും. ദെൻ നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പനിക്ക് സൊസൈറ്റിയിൽ ഓരോ സൊസൈറ്റൽ ഗ്രൂപ്പ്സിനോടും ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതിന് ടോട്ടലായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. ഇതിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വരും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീൻ്റെ പാർട്ടായിട്ടാണ്. അപ്പോൾ അങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിൽഡ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ഇമേജിൻ്റെ ഒരു ഭാഗമാണ്. ദെൻ ടു ഇൻക്രീസ് ദ വാല്യൂ ഇൻ ദ ഷെയർ മാർക്കറ്റ്. ഇപ്പോൾ ഒരു നല്ല എന്താ പറയുക ഫിനാൻഷ്യലി ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് വെക്കുക. അപ്പോൾ അതിൻ്റെ കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അതിന് ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഹൈ ആയിരിക്കും. ഇപ്പോൾ ഒരു ഷെയർ മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഷെയർസിന് വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിക്ക് എത്രത്തോളം ഗുഡ് ഇമേജാണോ ഇൻവെസ്റ്റേഴ്സിനുള്ളത് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. ഇപ്പോൾ നല്ല ഇമേജുള്ള നല്ല ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുക അത്തരം കമ്പനീസ് ആയിരിക്കും. ഹൈ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആൻഡ് നല്ല പ്രോഗ്രസ് ഉള്ള കമ്പനീസ് ആയിരിക്കും. അപ്പോൾ ഒരു കോർപ്പറേറ്റ് ഇമേജ് ഉള്ള കമ്പനിക്ക് മാത്രമേ അങ്ങനെ ഹൈ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ കമ്പനിയുടെ ഷെയർ മാർക്കറ്റിലുള്ള വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോർപ്പറേറ്റ് ഇമേജ്. ദെൻ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ പബ്ലിക് പെർസെപ്ഷൻ. ഇപ്പോൾ കമ്പനിക്ക് പബ്ലിക്കിനോടുള്ള പെർസെപ്ഷൻ പോലെ തന്നെ പബ്ലിക്കിന് കമ്പനിയോടുള്ള പെർസെപ്ഷൻ ഉണ്ട്. അപ്പോൾ കമ്പനി എങ്ങനെയാണോ പബ്ലിക് പെർസെപ്ഷനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ കമ്പനിയിലുള്ള ഓരോ ഇൻസിഡൻറ്റും പബ്ലിക്കിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കിലുള്ള ഓരോ ഇൻസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ കമ്പനീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും പബ്ലിക്കിൻ്റെ പെർസെപ്ഷനും കമ്പനിയുടെ പെർസെപ്ഷനും ഇത് രണ്ടും കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് നെക്സ്റ്റ് ഫാക്ടറാണ്. നെക്സ്റ്റ് നീഡാണ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ്. ഇപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുക കമ്പനി ഇപ്പോൾ ഒരു ടെക്നോളജിക്കൽ IT ഫീൽഡിലുള്ളൊരു കമ്പനി എന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ കമ്പനീസിലൊക്കെ എപ്പോഴും ടെക്നോളജിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റ് മോഡേൺ ടെക്നോളജീസ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടി വരും, അത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ടെക്നോളജിക്കൽ ഫീൽഡാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് ഒരുപാട് വരുന്ന ഫീൽഡാണെങ്കിലും ഒക്കെ ഒരുപാട് എക്സ്റ്റേണൽ ഫോഴ്സസ്
കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ്. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സാണ്. സപ്ലൈസ് കൂടുതൽ വരുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ്. അങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സസ് പ്ലേ ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് ആണെങ്കിൽ അങ്ങനത്തെ കമ്പനീസിന് കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക. കുറച്ച് ലോങ് റണ്ണിലേക്ക് അതിന് സസ്റ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താ, പുതിയ കോമ്പറ്റീറ്റേഴ്സ് അറൈവൽസ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ കമ്പനി ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. ദെൻ നെക്സ്റ്റ് ഹയർ പ്രോഫിറ്റബിലിറ്റി. ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് തന്നെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, കോർപ്പറേറ്റ് ഇമേജ് ഉണ്ടായിരിക്കണം. അതർവൈസ് എന്താകും, കമ്പനിക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ കഴിയില്ല. ദെൻ ടു പ്രൊമോട്ട് ഫേവറബിൾ റിലേഷൻഷിപ്പ്. ഫേവറബിൾ റിലേഷൻഷിപ്സ് ആരുമായിട്ടാണ്, കമ്പനിയുടെ എല്ലാ കമ്മ്യൂണിറ്റി ആയിട്ടും. എംപ്ലോയീസ് അടങ്ങുന്ന കമ്മ്യൂണിറ്റി ആണെങ്കിലും, കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും, സപ്ലയേഴ്സ് ആണെങ്കിലും, ഗവൺമെൻറ് ആണെങ്കിലും, ഏത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഫേവറബിളായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഇമേജ് വേണം. ടു ഇൻഫ്ലുവൻസ് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, അവരെപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻവെസ്റ്റേഴ്സ് ഫണ്ട്, നമ്മുടെ കമ്പനിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ഇൻവെസ്റ്റേഴ്സ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പനിക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ് വരുന്ന സമയത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ബാങ്ക് അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. അപ്പോൾ അവർ ഫണ്ട് ലെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും, ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ കമ്പനിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും കമ്പനിക്ക് എന്ത് വേണം, കോർപ്പറേറ്റ് ഇമേജ്, ഗുഡ് കോർപ്പറേറ്റ് ഇമേജ് വേണം. ദെൻ ടു ഏൺ ഗുഡ് വിൽ, നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫാക്ടറാണ്. ആൻഡ് ടു ക്രിയേറ്റ് ഗുഡ് ഐഡൻറ്റിറ്റി ഫോർ എംപ്ലോയീസ്. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോർപ്പറേറ്റ് ഇമേജ് ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് അവിടെ വേജസ് ആണെന്നുണ്ടെങ്കിലും ഇൻസെൻറ്റീവ്സ് ആണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും കൂടുതലായിട്ട് കിട്ടും. ദെൻ ടു സ്റ്റിമുലേറ്റ് സെയിൽസ്. സെയിൽസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഇൻകം, മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ കോർപ്പറേറ്റ് ഇമേജ് കൂടുതലുള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവിടെ സെയിൽസും കൂടുതൽ തന്നെയായിരിക്കും. സെയിൽസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടറാണ് കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. ഇനി നെക്സ്റ്റ് ഉള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോർപ്പറേറ്റ് ഇമേജ് ആണ്. ഇപ്പോൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ കോർപ്പറേറ്റ് ഇമേജിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ കൺട്രോളബിൾ ആയിട്ടുള്ള, കമ്പനിയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ആൻഡ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ ആണ്, കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സാണ്, അതായത് ഔട്ട്സൈഡ് ദ കമ്പനി ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഇപ്പോൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പം ഫസ്റ്റ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ വരുന്ന ഫസ്റ്റ് ഫാക്ടറാണ് സെൽഫ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. സെൽഫ് ഇമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനീനെ ഒരു പബ്ലിക് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡ് എങ്ങനെയാണോ പെർസീവ് ചെയ്യുന്നത് എന്നുള്ളത്, കമ്പനി അതിനെ എങ്ങനെയാണ് മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് റിവീൽ ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു പേഴ്സണിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് മറ്റുള്ളവരെന്നെ പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ ബിഹേവിയർ എങ്ങനെയാണ്, കമ്പനി സ്വന്തം ബിഹേവിയർ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഔട്ട്സൈഡ് വേൾഡിന് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിലായിരിക്കും കോർപ്പറേറ്റ് ഇമേജ് അല്ലെങ്കിൽ പബ്ലിക് കമ്പനീനെ വ്യൂ ചെയ്യുന്നത്, ഇതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് വേൾഡിൻ്റെ പെർസെപ്ഷനാണ്. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കമ്പനിയുടെ തന്നെ സെൽഫ് ഇമേജാണ്. കമ്പനി എങ്ങനെയാണ് സെൽഫ് ഇമേജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിസിലാണ് കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി ഒരു ഗുഡ് സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോർപ്പറേറ്റ് ഇമേജും ഹൈലി ഗുഡായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ സെൽഫ് ഇമേജ് ഓഫ് ദ കമ്പനിയാണ്. ദെൻ സെക്കൻഡ് കോർപ്പറേറ്റ് അഡ്വർടൈസ്മെൻ്റ് ആണ്. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോളിസീസ്, കമ്പനിയുടെ ഗോൾ എന്തൊക്കെയാണ്, പേർപ്പസ് എന്തൊക്കെയാണ്, വിഷൻ, മിഷൻ, അത്തരത്തിൽ കമ്പനിക്ക് അച്ചീവ് ചെയ്യുന്ന എല്ലാ ഗോൾസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് കോർപ്പറേറ്റ് അഡ്വർടൈസിങ്. അപ്പോൾ ഒരു കമ്പനിക്ക് നല്ല രീതിയിൽ എല്ലാ മിഷൻ, വിഷൻ, എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിറ്റീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ദെൻ ബ്രാൻഡ് ഇമേജ്. ഇപ്പോൾ
ബ്രാൻഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിൽമ പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ മിൽമ പ്രൊഡക്റ്റ് തന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ മിൽമയുടെ മിൽക്ക് പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് കൂടുതൽ ഇമേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ അതിൻ്റെ കിട്ടുന്ന ബ്രാൻഡിന് കിട്ടുന്ന ഇമേജ്, അപ്പോൾ മിൽക്ക് തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കമ്പനീസ് ഉണ്ട്. അതിൽ മിൽമയുടെ മിൽക്ക് എന്ന് പറയുന്നതിന് ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അത് നമ്മളുടെ ബ്രാൻഡിന് കിട്ടുന്ന ഇമേജാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് ഇമേജ് എന്ന് പറയുന്നത് മിൽമ കമ്പനിക്ക് ഓവറോൾ കിട്ടുന്ന ഇമേജാണ്. മിൽമ കമ്പനീൻ്റെ കോർപ്പറേറ്റ് ഇമേജിൻ്റെ ഭാഗമാണ് ഈ ഒരു ബ്രാൻഡ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ബ്രാൻഡ് ഇമേജ് എത്രയാണോ അത് കോർപ്പറേറ്റ് ഇമേജിനെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫാക്ടർ പബ്ലിക് റിലേഷൻ ആണ്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കമ്പനിക്ക് പബ്ലിക് റിലേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓരോ ഇവൻറ്റ്സ് സ്പോൺസർ ചെയ്യുന്നത്, ഇപ്പോൾ ചില കമ്പനീസൊക്കെ ആണെങ്കിൽ മെഡിക്കൽ ക്യാമ്പ്സ് അങ്ങനത്തെ ഓരോ ഇവൻറ്റ്സ് സ്പോൺസർ ചെയ്യുക ചെയ്യും. അതും നമ്മളുടെ കോർപ്പറേറ്റ് ഇമേജ്, ഒരു സൊസൈറ്റിയിൽ നമ്മളുടെ ഒരു റെക്കഗ്നീഷൻ വരുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഓരോ ഇവൻറ്റ്സ് ഉണ്ട്. അതും ഒരു ഫാക്ടറാണ് നമ്മളുടെ കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ് ബിഹേവിയർ ആണ്. ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ കമ്പനി കസ്റ്റമേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എംപ്ലോയീസ്. അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വർക്കേഴ്സ് ഉൾപ്പെടുന്നില്ല, അല്ലെങ്കിൽ ലേബേഴ്സ്, മെഷീനറി റിലേറ്റഡ് ആയിട്ടുള്ള ലേബേഴ്സ്, വർക്ക് ഫോഴ്സ് ഉൾപ്പെടുന്ന എംപ്ലോയീസിനെയല്ല ഫ്രണ്ട് ലൈൻ എംപ്ലോയി എന്ന് പറയുന്നത്. ഫ്രണ്ട് ലൈൻ എംപ്ലോയി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഔട്ട്സൈഡ് വേൾഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു കമ്പനിയുടെ സെയിൽസ് പേഴ്സൺ ആണെന്ന് വയ്ക്കുക, സെയിൽസ് പേഴ്സൺ, അല്ലെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ അവരൊക്കെ എന്താ ചെയ്യുന്നത്, ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. നമ്മളുടെ കമ്പനിയുടെ ഇൻഫോർമേഷൻസ് ഔട്ട്സൈഡ് വേൾഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ് എന്ന് പറയുന്നത്. അവരുടെ ബിഹേവിയറും അവരുടെ ആറ്റിറ്റ്യൂഡും ഒരു പരിധിവരെ കോർപ്പറേറ്റ് ഇമേജിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അത്രയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് വരുന്നത്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് ഇൻഡസ്ട്രി ഇമേജ്. ഇൻഡസ്ട്രി ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഏത് ഇൻഡസ്ട്രിയിലാണോ ഇപ്പോൾ ഉള്ളത്, ആ ഇൻഡസ്ട്രീസിൻ്റെ ടോട്ടൽ ഇമേജ്, അത് നമ്മളുടെ കമ്പനി ഇമേജിനെ ഒരു പരിധിവരെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ദെൻ കൺട്രി ഓഫ് ഒറിജിൻ, അത് നമ്മൾ ഏത് കൺട്രിയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കമ്പനീസ് എന്ന് പറയുമ്പം ഇന്ത്യയിൽ ഒറിജിനുള്ള കമ്പനീസ് ആണെങ്കിൽ അതിന് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലും എന്താ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ ഇമേജ് ബിൽഡ് ചെയ്യാവുന്ന ഒരു ഫാക്ടറാണ്. നേരെ മറിച്ച് ഫോറിനിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിന് ഇന്ത്യയിൽ ആക്സെപ്റ്റബിലിറ്റി അത്ര തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എവിടെയാണോ ഒറിജിൻ ആയിട്ടുള്ളത് ആ ഒറിജിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യക്ക് തന്നെ ഫേവറബിൾ ആയിട്ടുള്ള കൺട്രീസിൽ വരുന്ന ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഫേവറബിൾ ആയിരിക്കാം, അല്ലാത്ത കൺട്രീസിലുള്ളതിന് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ കൺട്രി ഓഫ് ഒറിജിൻ ഒരു ഫാക്ടറാണ്. ദെൻ പ്രസ് റിപ്പോർട്ട്സ് അറിയാം. ഇപ്പോൾ കമ്പനീൻ്റെ എല്ലാ ഇൻഫോർമേഷനും പ്രസ് റിപ്പോർട്ട്സ് വഴി കളക്ട് ചെയ്ത് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ മാറ്റേഴ്സ് പബ്ലിക്കിന് ഇൻഫോം ചെയ്യാൻ കഴിയുന്നൊരു മെത്തേഡാണ് പ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രസ് റിപ്പോർട്ടിൽ കമ്പനീനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ലാസ്റ്റ് വേർഡ് ഓഫ് മൗത്താണ്. വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കമ്പനീൻ്റെ ഔട്ട്സൈഡ് വേൾഡിലുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ്, അതും നമ്മളുടെ ഒരു ഇമേജിന് കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ചില സിറ്റുവേഷൻസിൽ അത് ഡിസ്ട്രോയ് ചെയ്യുന്നതിനും ഈ ഒരു വേർഡ് ഓഫ് മൗത്ത് റീസൺ ആവുന്നുണ്ടാവും. ഇത്രയൊക്കെയാണ് ഫാക്ടേഴ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ളത് സ്റ്റെപ്സാണ്. അത് ജസ്റ്റ് എന്താണെന്ന് മാത്രം നോക്കി വെച്ചാൽ മതി, അതായിട്ട് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള പാർട്ടല്ല. എന്നാലും സ്റ്റെപ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ അതിൽ വരുന്നത് ടു മേക്ക് ആൻ ഇൻഡെപ്ത് അനാലിസിസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് കോർപ്പറേറ്റ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കറൻ്റ്ലി ഉള്ള കോർപ്പറേറ്റ് ഇമേജ് എത്രത്തോളം പബ്ലിക്കിന് ഫേവറബിൾ ആണ് അല്ലെങ്കിൽ അൺഫേവറബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു അനാലിസിസ് നടത്തുക. അതിനുശേഷം
Next, create an image campaign that is consistent, carrying the same theme, supporting the same message. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, കമ്പനിയുടെ വിഷനും പേർപ്പസ് എന്തൊക്കെയാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് എന്നൊക്കെ അടങ്ങുന്ന ഒരു ക്യാമ്പയിനിങ് പ്രോഗ്രാം അത് കണ്ടക്ട് ചെയ്യുക. തേർഡ്, ടു എൻഷുർ ദാറ്റ് ദ ക്യാമ്പയിൻ ഈസ് ഗെറ്റിംഗ് ത്രൂ ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്ന ക്യാമ്പയിന് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എത്തുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, സിൻസ് പെർസെപ്ഷൻ ഈസ് നോട്ട് നെസസറിലി റിയാലിറ്റി, ഇറ്റ് ഈസ് നെസസറി ടു ഗെറ്റ് റെഗുലർ ഫീഡ്ബാക്ക്. പിന്നെ കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കുറച്ച് കാലത്തേക്ക് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പെർസെപ്ഷൻ എന്താണെന്നുള്ളത് കുറച്ച് കാലത്തേക്ക് നമ്മൾ റെഗുലർ ഫീഡ്ബാക്ക് ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കണം, കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇതാണ് ജസ്റ്റ് ഫോർ സിമ്പിൾ സ്റ്റെപ്സാണ്, അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. നേരത്തെ പറഞ്ഞത് കോർപ്പറേറ്റ് ഇമേജിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരുന്നു, ഇപ്പോൾ പറയുന്നത് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അത് അറിയുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. ഫസ്റ്റ് വൺ മാനേജ്മെൻറ്റ് ടീമാണ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് നല്ല വെൽ നോൺ ആയിട്ടുള്ള മാനേജേഴ്സാണ് എക്സിക്യൂട്ടീവ് ടീമിലുള്ളത്, നല്ല എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള റെസ്പെക്റ്റഡ് ലീഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനി ബോർഡിനോട് പബ്ലിക്കിനുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ടീം എന്ന് പറയുന്നത് വെൽ നോൺ ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം റെസ്പെക്റ്റഡ്, കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ഒരു നല്ല ഒരു മാനേജ്മെൻറ്റ് ടീം ആയിരിക്കണം. ദെൻ സെക്കൻഡ് വൺ ഹിസ്റ്ററി. ഇപ്പോൾ കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസസ്, കമ്പനിയുടെ മാർക്കറ്റ് ഷെയർസ് എങ്ങനെയാണ്, റൈസ് ചെയ്യുന്നുണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടോ, കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒക്കെ ലെങ്ത് എങ്ങനെയൊക്കെയാണ്, കമ്പനിക്ക് എത്രത്തോളം സപ്ലൈസ് ഉണ്ട്, കസ്റ്റമർ ബേസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് കമ്പനീൻ്റെ കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കൂടുക എന്നുള്ളത്, ഇൻവെസ്റ്റേഴ്സ് കൂടുന്നു, കസ്റ്റമേഴ്സ് കൂടുന്നു, ഷെയർ മാർക്കറ്റിൽ വാല്യൂ കൂടുന്നു എന്നൊക്കെ ഉള്ളത് കമ്പനിയുടെ കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുന്നതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ദെൻ പ്രൊഡക്റ്റ് മാർക്കറ്റ് റെക്കഗ്നിഷൻ. ഇപ്പോൾ കമ്പനിക്ക് ഇപ്പോൾ ഓൾറെഡി പ്രൊഡക്റ്റ് ലൈനിലുള്ള പ്രൊഡക്റ്റ് എത്രത്തോളം സക്സസ്ഫുൾ ആണ്, അതിന് എത്രത്തോളം മാർക്കറ്റ് റെക്കഗ്നിഷൻ ഉണ്ട് എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ദെൻ ഫിനാൻഷ്യൽ സക്സസ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റബിൾ കമ്പനിയാണോ അല്ലേ എന്നുള്ളത്, അതിൻ്റെ ബേസിസിലാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കമ്പനിക്ക് ക്രെഡിറ്റേഴ്സ് ഫണ്ട് ലെൻഡ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ട് ലെൻഡ് ചെയ്യുന്നതൊക്കെ അതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അതും ഒരു ഫാക്ടറാണ് ഫിനാൻഷ്യൽ സക്സസ്. ദെൻ ടോപ്പ് സ്കോർ കസ്റ്റമേഴ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ എത്രത്തോളം ക്വാണ്ടിറ്റി, എത്രത്തോളം കസ്റ്റമേഴ്സ് കൂടുന്നുണ്ട്, എത്രത്തോളം ക്വാളിറ്റി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ക്വാളിറ്റി കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാനും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നതിനും ഹെൽപ്പ് ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ എംപ്ലോയി ലോയൽറ്റി. എംപ്ലോയീസിന് കമ്പനീനോട് എത്രത്തോളം ലോയൽറ്റി ആൻഡ് ട്രസ്റ്റ് ഉണ്ടെന്നുള്ളതും കമ്പനിയുടെ കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന്, ലോയൽറ്റി അല്ലെങ്കിൽ ലോഫുൾ ആയിട്ടുള്ള എംപ്ലോയീസാണ് ഒരു കമ്പനീനെ ലീഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സൊക്കെ കമ്പനിക്ക് ഒരു കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കമ്പനീൻ്റെ കോർപ്പറേറ്റ് ഇമേജ് റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ്. താങ്ക് യു.